വീട്ടുവൈദ്യങ്ങൾ ആശ്വാസം നൽകും. സാധാരണയായി വരുന്ന വേദനയാണെങ്കിലും ചില സമയങ്ങളിലെ അസഹനീയമായ വേദന നമ്മളെയൊക്കെ തളർത്തും. പല്ലുവേദന വരാത്തവർ ചുരുക്കമായിരിക്കും. പല്ലുവേദന വന്നാൽ ഡോക്ടറെ സമീപിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പല്ലിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി കൃത്യമായ സംരക്ഷണങ്ങൾ നൽകേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ വേദന വരുന്ന സമയങ്ങളിൽ ചെറിയൊരു ആശ്വാസം ലഭിക്കാൻ ചില വീട്ടുവൈദ്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. ഇത് വേദനയ്ക്ക് ചെറിയൊരു ആശ്വാസം ലഭിക്കാൻ സഹായിക്കും. അവ എന്തൊക്കെയെന്ന് നോക്കാം. ഉപ്പുവെള്ളം. പല്ലുവേദന ഉള്ളപ്പോൾ ഉപ്പുവെള്ളം കൊണ്ട് വായ കഴുകുന്നതും കവിൾ കൊള്ളുന്നതും പല്ലുവേദന മാറാനും പല്ലുകളുടെ ആരോഗ്യത്തിനും ഏറെ നല്ലതാണ്. പല്ലുവേദനയ്ക്കുള്ള ലളിതവും എന്നാൽ ഫലപ്രദവുമായ പ്രതിവിധിയാണിത്. ഒരു ദിവസം 2-3 നേരം ഇത്തരത്തിൽ ചെയ്യുന്നത് നല്ലതാണ്. പല്ലുവേദനയ്ക്ക് മാത്രമല്ല, വായ്ക്കകത്തുള്ള നീര് കുറയ്ക്കാനും മുറിവുകൾ ഭേദമാക്കാനും തൊണ്ടവേദന ശമിപ്പിക്കാനും ചൂടുള്ള ഉപ്പുവെള്ളം ഉപയോഗിക്കാം. ഗ്രാമ്പു പൊടിച്ച് വെളിച്ചെണ്ണയിൽ കലർത്തി വേദനയുള്ള പല്ലിൽ പുരട്ടുകയോ അല്ലെങ്കിൽ അല്പം ചൂടുള്ള ഗ്രാമ്പു ചായ കുടിക്കുകയോ ചെയ്യുന്നത് വേദന കുറയ്ക്കാൻ സഹായിക്കും. വേദന കുറയ്ക്കാൻ മാത്രമല്ല, വീക്കം കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു. ബാക്ടീരിയകളെ നശിപ്പിക്കാനും നീര് കുറയ്ക്കാനുമുള്ള കഴിവ് ഗ്രാമ്പുവിനുണ്ട്. വേദനയുണ്ടാകുമ്പോൾ കൂടുതൽ ആളുകൾ ചെയ്തു നോക്കുന്ന മാർഗമാണിത്. വെളുത്തുള്ളി. പല്ലുവേദന മാറാൻ ഏറ്റവും മികച്ച ഒന്നാണ് വെളുത്തുള്ളി. ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുള്ള വെളുത്തുള്ളി ബാക്ടീരിയകളെ നശിപ്പിക്കുകയും വേദന സംഹാരിയായി പ്രവർത്തിക്കുകയും ചെയ്യും. വെളുത്തുള്ളിയിൽ അടങ്ങിയിരിക്കുന്ന അല്ലിസിൻ എന്ന ഘടകം നല്ലൊരു അണുനാശിനിയാണ്. വെളുത്തുള്ളിയുടെ അല്ലികൾ പച്ചയ്ക്ക് ചവയ്ക്കുകയോ വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറാക്കി വേദനയുള്ള ഭാഗങ്ങളിൽ വയ്ക്കുകയോ ചെയ്യുന്നത് നല്ലതാണ്. അരച്ചെടുത്ത വെളുത്തുള്ളിയിൽ ഉപ്പ് ചേർത്ത് പുരട്ടുന്നതും നല്ലതാണ്. പേരയില. ധാരാളം പോഷക ഗുണങ്ങളുള്ള ഒന്നാണ് പേരയില. പേരയിലയിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് വായ കഴുകുന്നത് പല്ലുവേദന മാറാൻ മാത്രമല്ല, വായ്നാറ്റം അകറ്റാനും അണുബാധ ഉണ്ടാകാതിരിക്കാനും ഏറെ നല്ലതാണ്. കറ്റാർവാഴ. പല രോഗങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് കറ്റാർവാഴ. കറ്റാർവാഴയ്ക്ക് ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട്. പല്ലിന് കേടുവരുത്തുന്ന രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിയുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. തണുപ്പ് പിടിക്കുക. കുറച്ച് ഐസ് ഒരു തൂവാലയിൽ പൊതിഞ്ഞ് ഇത് മുഖത്തിന്റെ വേദനയുള്ള ഭാഗത്ത് കുറച്ചു നേരം വെക്കുക. കുറച്ചു നേരം വെച്ച് കഴിയുമ്പോൾ നല്ലൊരു ആശ്വാസം ലഭിക്കും. തണുപ്പ് പിടിക്കുന്ന കോൾഡ് കംപ്രസ് രീതി ഉപയോഗിക്കുന്നത് ചെറിയൊരു ആശ്വാസം ലഭിക്കാൻ കാരണമാകും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതേപോലത്തെ വീഡിയോസ് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.